വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവിൻ നിറവാ വചനസന്ധ്യ, വചനസന്ധ്യ, വചനസന്ധ്യ. യേശുവിന്റെ നാമം മഹത്വീകരിക്കപ്പെടട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവന്റെ വചനം, ഏവെങ്കിലിനെ ആസ്പദമാക്കിയുള്ള ജീവപ്രകാശം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇന്ന് സാക്ഷീകരിക്കുന്നത്, ഏവെങ്കിലിയൻ എടുത്തിരിക്കുന്നത്. അതിൽ 64-ാം വാക്യം ഇങ്ങനെ വ്യക്തമായി യേശു സാക്ഷീകരിക്കുകയാണ്. ഈ ദൈവത്തിന്റെ പ്രകാശം എല്ലാത്തിനും ഒരു ടൈം ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് 64-ാം വാക്യം, പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വായും നാവുകളും തുറക്കപ്പെടുകയും സംസാരിക്കുകയും ചെയ്തു. ഈ ജീവന്റെ കോണ്ടെക്സ്റ്റ് ഇങ്ങനെയാണ്. അനേക വർഷങ്ങൾ വാഗ്ദാത്തത്തിന് വേണ്ടി കാത്തിരുന്ന സക്കറിയാവും എലിസബത്തും മക്കളില്ലാതെ ഇരുന്നപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ തരുമെന്ന്. ആ പ്രത്യാശയുടെ നാളുകള് പ്രായം ചെല്ലും തോറും മങ്ങുന്നു എന്ന് തോന്നിയെങ്കിലും അവരുടെ നീതിയും ന്യായവും അവർ വിട്ടില്ല. അവർ ദേവാലയ ആരാധനയും നിട്ടില്ല. അവസാനം ഗബ്രിയേൽ മാലാഖ യഥാകാലം പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിന്റെ വചനം പ്രാവർത്തികമാക്കുവാൻ ഇറങ്ങി വന്ന് എലിസബത്ത് ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് സംശയിച്ച സക്കറിയാവും അദ്ദേഹത്തിന് താൻ കുട്ടി ഉണ്ടാകുന്നത് വരെ സംസാരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്രകാരമായി തീർന്ന് കുട്ടി ഉണ്ടായപ്പോൾ എഴുത്ത് പലകൾ കാണിച്ചു കൊടുത്ത് കുട്ടിക്ക് പേരിടണമെന്ന് ചോദിച്ചപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ സക്കറിയാവിന്റെ വായും നാവും തുറന്നു, അദ്ദേഹം സംസാരിച്ചു എന്നാണ് പറയുന്നത്. എക്ലീസിയാസ്റ്റസ് 3:1 മുതൽ 8 വരെ പറയുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. മരിക്കുവാനും ജനിക്കുവാനും, യുദ്ധം ചെയ്യുവാനും സമാധാനം ചെയ്യുവാനും, വിവാഹം കഴിക്കാനും കഴിക്കാതിരിക്കുവാനും, ഇതിനുള്ളതായ എല്ലാത്തിനും ദൈവത്തിന്റെ സമയമുണ്ട്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ സമയത്തിന് കാത്തിരിക്കണം. അവന്റെ ആക്സിലറേറ്റിൽ നമ്മുടെ കാലുകൾ പതിക്കേണ്ടതല്ല. ദൈവത്തിന്റെ സമയമാണ് യഥാർത്ഥമായ സമയം. ദൈവത്തിന്റെ പ്രൊമിസ് ഒരിക്കലും മറക്കാത്തതാണ്. അബ്രഹാമിനും സാറായിക്കും ദൈവം കൊടുത്ത പ്രൊമിസായിരുന്നു നിനക്കും മക്കൾ ഉണ്ടാകുമെന്ന്. പക്ഷെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. 199 വയസ്സായിട്ടും കുട്ടി ഉണ്ടാകാതിരുന്നപ്പോൾ സാറ ഹാഗാറിനെ അബ്രഹാമിന് കൊടുക്കുകയും ഹാഗാറിന് ഇസ്മായേൽ ഉണ്ടാകുകയും ചെയ്തു. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദാനം അവൻ നിറവേറ്റുക തന്നെ ചെയ്തു. ഇസ്ഹാക്കിനെ സാറായിൽ ഇതാ ദൈവം അബ്രഹാമിന് കൊടുത്തു. പക്ഷേ ഇസ്ഹാക്ക് ഉണ്ടായതിന്റെ ഫലമായി ആ കുടുംബത്തെ ഡിവിഷനും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും ഇന്നും ലോകം അനുഭവിക്കുന്ന ഇസ്മായേലി വംശമെന്നും ഇസ്ഹാക്ക് വംശമെന്നും പറയുന്ന 2 ജാതികളുടെ യുദ്ധങ്ങളും അന്ന് ദൈവത്തിന്റെ ടൈമിനും ദൈവത്തിന്റെ പ്രോമിസിനും കാത്തിരിക്കാത്തത് കൊണ്ടാണെന്ന് മറക്കരുത്. മോസസും അതാണ്, ചരിത്ര പുരുഷനായ മോസസും സൂചിപ്പിക്കുന്നതാണ്. ഇസ്രായേലിനെ വിമോചിക്കാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന് യഹോവ പറഞ്ഞത് കേൾക്കാതെ, അവന്റെ ടൈമിന് കാത്തിരിക്കാതെ ഈജിപ്ഷ്യൻകാരനെ അടിച്ചു കൊന്നു. അതിന്റെ ഫലമായി 40 നീണ്ട വർഷങ്ങള് വാഗ്ദാന ഭൂമിയിലെത്താൻ സാധിക്കാതെ മോസസ് ഇതാ കറങ്ങി അരഞ്ഞു നടന്നു എന്ന് ചരിത്രം സൂചിപ്പിക്കുകയാണ്. ശൗലും ശൗമേലും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ശൗമേൽ എന്ന ദീർഘദർശി തന്റെ സാക്രിഫൈസ് ദൈവ ബലി കഴിക്കാൻ കാത്തിരുന്നപ്പോൾ സമയം വൈകിയതുകൊണ്ട് ശൗൽ അർഹതപ്പെടാത്ത രാജാവ് ബലി കഴിപ്പിച്ചു. അതിന്റെ ഫലമോ രാജ്യം നഷ്ടപ്പെട്ടു പോയ അനുഭവമാണ് സൂചിപ്പിക്കുന്നത്. ഇത് ചരിത്രത്തിലേക്ക് കിടക്കുമ്പോൾ ഏറ്റവും നീണ്ട നാളുകൾ കാത്തിരുന്ന ഒരു ജനത ഇസ്രായേൽ ജനതയാണെന്ന് മറക്കരുത്. 2000 നീണ്ട വർഷക്കാലങ്ങൾ AD 70 തച്ചുടയ്ക്കപ്പെട്ട യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗം ചിന്നിച്ചിതറിപ്പോയത് ഒരു ജനത. ഇത്രമാത്രം പേഴ്സിക്യൂഷൻ അനുവദിച്ച വേറൊരു ജനതയുണ്ടായിട്ടില്ല, ക്രിസ്ത്യാനി ഒഴികെ. പക്ഷേ അവർ കാത്തിരുന്നു. അതിന്റെ ഫലമോ എന്നും പറയാറുള്ള വാക്കാണ്. എല്ലാ വർഷവും അവർ പ്രാർത്ഥിക്കും നെക്സ്റ്റ് ഇയർ ഇൻ ജെറൂസലേം എന്ന്. നീണ്ട 2000 വർഷങ്ങൾ പിന്നിട്ടിട്ട് 1948 മെയ് 18-ാം തീയതി അത്ഭുതകരമായി ഇതാ നഷ്ടപ്പെട്ട ഇസ്രായേലിയ രാഷ്ട്രം, ചിന്നിച്ചെറിയ ജനത
തച്ചുടയ്ക്കപ്പെട്ടും തോന്നിയ ജനത ഒരിക്കലും പ്രതീക്ഷകൾ നശിക്കാതെ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. സ്വന്തം രാഷ്ട്രം കൊടുത്തു. ആ രാഷ്ട്രത്തെ അച്ചുടയ്ക്കുവാൻ ആർക്കും ഇനി കഴിയുകയില്ല എന്ന സത്യം മറക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെല്ലാം എൻ്റെ ടൈമല്ല, ദൈവത്തിൻ്റെ ടൈമാണ്. വിവാഹത്തിനായിരിക്കാം, ജോലിക്കായിരിക്കാം, മക്കൾക്ക് വേണ്ടിയായിരിക്കാം. ദൈവത്തിന്റെ വാഗ്ദാനം മറക്കാത്തതാണ്. അബ്രഹാമിനും ഇസ്ഹാക്കിനും കൊടുത്ത ദൈവത്തിന്റെ വാഗ്ദാനം നിന്നെയും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. തലകൾ വണക്കി പ്രാർത്ഥിക്കാം. യേശു എന്ന ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ മക്കളെല്ലാം നിന്റേതായ സമയത്തിനായി കാത്തിരിക്കട്ടെ. നിന്റെ ടൈമാണ് യഥാർത്ഥ ടൈം. നീ വാഗ്ദാനം ചെയ്തവനാണ്. നിന്റെ വാഗ്ദാനം ഒരിക്കലും മാറ്റാത്തതാണ്, മറക്കപ്പെടാത്തതാണ്, പാലിക്കപ്പെടേണ്ടതാണ്. ചരിത്രവും മനുഷ്യനും അതാണ് സൂചിപ്പിക്കുന്നത്. ദൈവം തമ്പുരാനെ ഈ വചനം കേട്ട മക്കള് എപ്പോഴെങ്കിലും നിന്നെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ടൈമിന് വേണ്ടി കാത്തിരിക്കുന്ന, നിന്റെ പ്രോമിസ് നടത്തപ്പെടുന്ന ആ നല്ല സമയമാകട്ടെ. ജോലിയാകാം, മക്കളാകാം, കുടുംബജീവിതമാകാം, ജീവിത വിശുദ്ധിയാകാം. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജനസന്ധ്യ